എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 3 പാർട്ട് 1 എന്ന ഈ വീഡിയോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 3 എന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലെ ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന ടോപ്പിക്സ് ഡീൽ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ നിങ്ങൾ ജനറൽ ആയിട്ട് ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 3 ഇൻട്രൊഡക്ഷൻ. മൊഡ്യൂൾ 3യിലുള്ള ഡിഫറെൻ്റ് ആയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും അതിനാവശ്യമായ ഇൻസ്പെക്ഷൻ സ്റ്റേജസും. സെക്കൻഡ് വൺ, ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ്. ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ ആവശ്യമായ ക്വാളിറ്റി കൺട്രോളിന് വേണ്ട മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലായ കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള മീൻ, മോഡ്, മീഡിയൻ, ആവറേജ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ കുറച്ച് കൺസെപ്റ്റ്സ് ആണ്. അതെന്തൊക്കെയാണെന്നാണ് സെക്കൻഡ് ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഈ മോഡ്യൂളിലെ തേർഡ് ടോപ്പിക് അല്ലെങ്കിൽ തേർഡ് ഏരിയ കൺസ്ട്രക്ഷൻ ഓഫ് കൺട്രോൾ ചാർട്ട്. കൺട്രോൾ ആവശ്യം ഉള്ള ഒരു ഏരിയയാണ് ക്വാളിറ്റി. അതിന് കൺട്രോൾ ചാർട്ടുകൾ വേണം. ആ കൺട്രോൾ ചാർട്ടുകളായ എക്സ് ചാർട്ട്, എക്സ് ബാർ ചാർട്ട്, ആർ ചാർട്ട്, പി ചാർട്ട് ആൻഡ് സി ചാർട്ട്, ഈ 4 ചാർട്ടുകളെ കുറിച്ചുള്ള ഡിസ്കഷനാണ് തേർഡ് ടോപ്പിക്കായി ഈ മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ മോഡ്യൂളെല്ലാം ക്വാളിറ്റിയുമായും ക്വാളിറ്റി കൺട്രോളുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. ക്വാളിറ്റി കൺട്രോളിന് ആവശ്യമായ മാത്തമാറ്റിക്കലായ മെത്തേഡ്സ് ഒപ്പം തന്നെ ഗ്രാഫിക്കലായിട്ടുള്ള കൺട്രോൾ ചാർട്ടുകളുമാണ് ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ മോഡ്യൂളിലെ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ കണ്ടിന്യൂസ് ആയി കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഈ മോഡ്യൂൾ സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എയിംസ് അറ്റ് പ്രിവെൻഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ്. ക്വാളിറ്റി എന്നുള്ള വേർഡ് നമ്മളെല്ലാവരും ലൈഫിൽ കേൾക്കുന്ന വേർഡാണ്. ക്വാളിറ്റി. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അതിന് ക്വാളിറ്റി വേണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. ക്വാളിറ്റി എന്നുള്ളത് ഒരു ഒബ്ജക്റ്റിന്റെ ലൈഫിന് ഒപ്പം തന്നെ അതിന്റെ ഉപയോഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹെൽപ്പിംഗ് ഫാക്ടറാണ്. ക്വാളിറ്റി ഇല്ലാത്ത ഒബ്ജക്ട്സിന് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു ക്രിയേഷൻ ആണെങ്കിലും ക്വാളിറ്റി വേണം. അപ്പോൾ ക്വാളിറ്റി ഉണ്ടാക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ഇൻഡസ്ട്രിയിൽ പാലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവയെല്ലാം ക്വാളിറ്റി കൺട്രോൾ ഫങ്ഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ പ്രധാനമായും എയിം ചെയ്യുന്നത് ഡിഫക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നാണ്. ശരിയല്ലേ? കാരണം ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്ട്സിന് വളരെയധികം ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ അതിൽ ഡിഫക്റ്റ് കുറവാണ് എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് ക്വാളിറ്റി കൺട്രോളിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ്. ഡിഫക്റ്റീവ് ആയ പ്രൊഡക്ഷനെ പ്രിവെന്റ് ചെയ്യുക, ഒരിക്കലും ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ക്വാളിറ്റി കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ക്വാളിറ്റി കൺട്രോളിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ഫിക്സിംഗ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻകമിംഗ് മെറ്റീരിയൽ, സെമി ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്. ഒരു ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ ഏരിയ ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നതാണ്. എപ്പോഴും ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ വേർഡ് നമ്മളൊരു സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്തിട്ടാണ് പറയാറുള്ളത്. അത് ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തുമാണെങ്കിൽ ആ രാജ്യത്തിന് അനുസൃതമായ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്ട്സ് ആ സ്റ്റാൻഡേർഡിന്റെ ഒപ്പം നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവാലുഷൻ ഓർ മെഷർമെന്റ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് വെച്ചു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി എടുത്ത പ്രൊഡക്ട്സ് ഈ ക്വാളിറ്റീസുമായി ഒപ്പം നിന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ ക്വാളിറ്റി ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇൻസ്പെക്ഷൻ ആണ്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സിന് ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിന് ഇൻസ്പെക്ഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. തേർഡ് ആക്ടിവിറ്റി, റീസൺ ഫോർ ഡിഫക്ട്സ് ആർ എക്സാമിൻഡ്. ക്രിട്ടിക്കൽ എക്സാമിൻ.
ഫസ്റ്റ് സ്റ്റേജിൽ ക്വാളിറ്റി ഫിക്സ് ചെയ്തു, സെക്കൻഡ് സ്റ്റേജിൽ ഇവാലുവേറ്റ് ചെയ്തു, തേർഡ് സ്റ്റേജിൽ ഇവാലുവേഷന് ശേഷം ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്ട്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ ഒപ്പം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഒപ്പം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ദേ ആർ ഡിഫക്റ്റ് ഫ്രീ പ്രൊഡക്ട്സ് എന്ന് അതിനെ പറയും. പക്ഷേ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് ഒപ്പം ഇല്ലെങ്കിൽ അതിന്റെ ഡിഫക്ട്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ റീസൺ എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്യും. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഡിഫക്റ്റ് ഫ്രീ ആവണമെന്നില്ല. വളരെയധികം നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രൊഡക്ട്സ് ഡിഫക്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഡിഫക്ട്സിന്റെ റീസൺസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജ് കറക്റ്റീവ് ആക്ഷൻ. കറക്റ്റീവ് ആക്ഷൻ ടു പ്രിവെന്റ് ഡിഫക്ട്സ്, ടു പ്രിവെന്റ് ദ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് നോട്ട് ടു റീച്ച് ഇൻ കസ്റ്റമേഴ്സ് ഹാൻഡ്. ഉണ്ടാക്കി എടുത്ത പ്രൊഡക്ട്സ് ഒരു കാരണവശാലും കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്തരുത്. ഡിഫക്റ്റ് ഉണ്ടായ പ്രൊഡക്ട്സ് സപ്പോസ് ഉണ്ടായി പോയാൽ പോലും അത് ഒരിക്കലും ഇൻഡസ്ട്രി വിട്ട് പുറത്തേക്ക് എത്തരുത് എന്നുള്ള ഒബ്ജക്റ്റീവ് ആണ് ഫോർത്ത് ആക്ഷനിൽ കറക്റ്റീവ് ആക്ഷൻ എന്ന ക്വാളിറ്റി കൺട്രോൾ സ്റ്റേജിൽ ഉള്ളത്. അപ്പൊ ഈ 4 ആക്ടിവിറ്റിയും വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ക്വാളിറ്റി കൺട്രോൾ എന്നതിന് ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഇവാലുവേഷൻ വെച്ച് മാത്രമേ റീസൺ ഫോർ ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ആ റീസൺ കണ്ടുപിടിച്ചാൽ മാത്രമേ കറക്റ്റീവ് ആക്ഷൻ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ 4 ആക്ടിവിറ്റിയും കമ്പാരിറ്റീവ്ലി തമ്മിൽ റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്ന ഏരിയയിൽ ക്വാളിറ്റി കൺട്രോൾ ഒരു ഇൻഡസ്ട്രിയിൽ തുടങ്ങേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ കമ്പനീസ് ഇൻകം ബൈ മേക്കിംഗ് ദ പ്രൊഡക്റ്റ് മോർ അക്സെപ്റ്റബിൾ ടു ദ കൺസ്യൂമേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ലോങ് ലൈഫ്, മോർ യൂസ്ഫുൾനെസ്, മെയിൻറ്റൈനബിലിറ്റി എക്സെട്ര. ഒരു ഇൻഡസ്ട്രിയിൽ നിർമ്മിച്ചെടുക്കുന്ന പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് ബെസ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? അതിനു വേണ്ടിയിട്ട് ബെറ്റർ ആയ ലൈഫ് അതിന് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വാലിഡിറ്റി കൊടുക്കണം. ദെൻ മോർ യൂസ്ഫുൾനെസ്, ആ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ബെസ്റ്റായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഒപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ യൂട്ടിലൈസേഷൻ നടക്കണം. ദെൻ മെയിൻറ്റൈനബിലിറ്റി, വാങ്ങിച്ച പ്രൊഡക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ കേടുപാടോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനും പറ്റണം. നിങ്ങളൊരു സ്വന്തമായിട്ട് തന്നെ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന ഒരു കേസിനെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കാറുള്ളത്? അതിന് ബെറ്റർ ആയ ലോങ് ലൈഫ് ഉണ്ടോ എന്ന് നോക്കും. അതിന് നല്ല വാലിഡിറ്റി ഉണ്ടോ, നമുക്ക് വാങ്ങിച്ച മൊബൈൽ ഫോൺ 3-4 വർഷം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ മോർ യൂസ്ഫുൾനെസ്, വാങ്ങിച്ച മൊബൈൽ ഫോണിന് നമുക്ക് ആവശ്യപ്പെടുന്ന ഉപയോഗം ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന ക്യാമറ ഉണ്ടോ, ആവശ്യമുള്ള സ്റ്റോറേജ് ഉണ്ടോ, പെർഫോമൻസ് ഉണ്ടോ, പ്രോസസ്സസ് ഉണ്ടോ, സ്പീഡ് ഉണ്ടോ, കുറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ മെയിൻറ്റൈനബിലിറ്റി, വാങ്ങിച്ച മൊബൈൽ ഫോണിന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വന്നാൽ, എന്തെങ്കിലും ടച്ച് സ്ക്രീനിലോ അല്ലെങ്കിൽ അതിന്റെ ക്യാമറ ഫീച്ചേഴ്സിലോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ഇഷ്യൂസിലോ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളതിന് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന സമയത്തും ആ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് ഈ ഗുണനിലവാരങ്ങളെല്ലാം ഉറപ്പാക്കാൻ ശ്രമിക്കും. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ബെറ്റർ ആയിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തും. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ത്രൂ റിഡക്ഷൻ ഓഫ് ലോസസ് ഡ്യൂ ടു ഡിഫക്റ്റ്. ഡിഫക്റ്റ് കുറയ്ക്കുക എന്നുള്ളത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒബ്ജക്റ്റീവ് ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫക്ട്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫക്റ്റ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ 1-ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രൊഡക്ടിവിറ്റി കൂടും. അതുവഴി കമ്പനിക്ക് ബെറ്റർ ആയിട്ടുള്ള ലാഭം കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് ഈ റിഡക്ഷൻ ഓഫ് ലോസസ് കുറയ്ക്കുക എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ലോവർ സ്ക്രാപ്പ് വാല്യൂ, വേസ്റ്റേജസ് കുറയ്ക്കാം. ലെസ് റീവർക്ക് ചെയ്യാതെ ഫസ്റ്റ് ടൈമിൽ തന്നെ ബെറ്റർ ആയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. ലെസ് സോർട്ട് ചെയ്യാതെ
ഉള്ള പ്രൊഡക്ട്സ് ഏറ്റവും സോർട്ടിംഗ് സ്റ്റേജസ് കുറച്ച് തന്നെ ഉണ്ടാക്കുക. ലെസ് കസ്റ്റമേഴ്സ് റിട്ടേൺസ്. ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് റീച്ച് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിട്ടേൺ അധികം കിട്ടാതിരിക്കുക. എല്ലാം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആരും റിട്ടേൺ ചെയ്യില്ല. അത് കമ്പനിക്ക് ലാഭം കൂട്ടാൻ ചാൻസ് കൊടുക്കും. ഓഫ് ദ എക്സാമ്പിൾസ് വിച്ച് കോസ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിക്ക് അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് കുറച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ലാഭം എത്താൻ പറ്റും. ദെൻ തേർഡ് പോയിന്റ്, ടു പ്രൊഡ്യൂസ് ഒപ്റ്റിമം ക്വാളിറ്റി അറ്റ് മിനിമം പ്രൈസ്. ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് കൂട്ടുക എന്നല്ല. ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് ഒരു കോസ്റ്റും എപ്പോഴും ഒരു ഒപ്റ്റിമം വാല്യൂവിൽ വെച്ചുകൊണ്ട് അതിന്റെ ക്വാളിറ്റി കൂട്ടുക. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് കോസ്റ്റും കൂട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരുപാട് രൂപയുടെ നഷ്ടം ഉണ്ടാവും. അപ്പൊ അതൊരിക്കലും പറ്റില്ല. സോ ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഈസ് ടു പ്രൊഡ്യൂസ് ഒപ്റ്റിമം ക്വാളിറ്റി അറ്റ് എ മിനിമം പ്രൈസ്. Fourth point, to ensure satisfaction of customers with products or services of high quality level to build customers' goodwill, confidence and reputation of manufacturer. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് വഴി നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ഉണ്ടാവണം. അപ്പോൾ അതിന് ഒരു ഗുഡ്വിൽ ഉണ്ടാവണം, ഒരു കോൺഫിഡൻസും റെപ്യൂട്ടേഷനും കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഡസ്ട്രികളെയും കമ്പനീസിനെയും എല്ലാ കസ്റ്റമേഴ്സും എപ്പോഴും റിമെമ്പർ ചെയ്യും. ഫിഫ്ത്ത് പോയിന്റ്, ടു മേക്ക് ഇൻസ്പെക്ഷൻ പ്രോംപ്റ്റ് ടു എൻഷുർ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ വഴിയാണ് ക്വാളിറ്റീസ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉണ്ടാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുക എന്നാണ്. ക്വാളിറ്റിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ഈ ക്വാളിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്നുള്ളത് 1-2 പ്രീവിയസ് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ക്വാളിറ്റി കോസ്റ്റ്. അതെന്താണെന്ന് നോക്കാം. Cost of quality is the cost to carry out quality functions in an organization. It is an actual amount spent by the organization to maintain the predetermined quality of the product. A quality cost committee of the American Society for Quality Control has recommended that quality cost can be divided into 4 categories. Quality cost എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി ലെവൽ അച്ചീവ് ചെയ്യാനായിട്ട് ചെലവാക്കുന്ന പൈസ. ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോളിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞത്. ഇവിടെ ആ ക്വാളിറ്റി ലെവൽ അച്ചീവ് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിക്ക് പൈസ ചെലവാക്കേണ്ടി വരും. പൈസ കൊടുത്താൽ മാത്രമേ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന് ആവശ്യമായ പൈസ അല്ലെങ്കിൽ അതിനാവശ്യമായ കോസ്റ്റ്, അതിനാണ് ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ ക്വാളിറ്റി കോസ്റ്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അതിന് ഈ ക്വാളിറ്റി കോസ്റ്റിനെ അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി കൺട്രോൾ പ്രധാനമായിട്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഡിവിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് പ്രിവെൻഷൻ. സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് അപ്രൈസൽ. തേർഡ് വൺ, കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സ്. ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫെയിലിയേഴ്സ്. ഈ 4 കാറ്റഗറിയിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യാം. പ്രിവെൻഷൻ ആൻഡ് അപ്രൈസൽ എന്നുള്ളത് നമ്മൾ ഒരു ടേം ആയിട്ടാണ് പറയുക. ഫെയിലിയേഴ്സ് എന്നുള്ള കോസ്റ്റ് നമ്മൾ ഒരുമിച്ച് പറയും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെയിസിനെ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇവിടെ ഈ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രിവെൻഷൻ പ്ലസ് അപ്രൈസൽ പ്ലസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെയിലിയേഴ്സ്, ഈ 4 കോസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാണ് ഒരു ഇൻഡസ്ട്രിയിലുള്ള ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് കിട്ടുക. ഈ 4 ടേമുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് പ്രിവെൻഷൻ. ആ പേരിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. പ്രിവെന്റ് ചെയ്യാനുള്ള കോസ്റ്റ്. പ്രിവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫെക്ട്സ് പ്രിവെന്റ് ചെയ്യുന്നത് വഴി ക്വാളിറ്റി കൂട്ടുക. ഇത് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. The cost of market research and product development departments which help for achieving fitness for use. This is known as cost of quality planning. ഈ കോസ്റ്റ് ഓഫ് പ്രിവെൻഷന്റെ വേറൊരു പേരാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി പ്ലാനിങ്.
പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ക്വാളിറ്റി ഒരു ഇൻഡസ്ട്രിയിൽ എൻഷുർ ചെയ്യുക. ഇപ്പോൾ പ്രൊഡക്റ്റിന് ഡെവലപ്മെന്റ് നടത്തേണ്ട, പ്രൊഡക്റ്റ് ഡിസൈനിൽ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാവും, ഒപ്പം തന്നെ മാർക്കറ്റ് റിസർച്ച് നടക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ പൈസ കോസ്റ്റ് ഓഫ് പ്രിവെൻഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് വൺ, process control costs such as costs associated with implementing the quality plans and procedures. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ക്വാളിറ്റി പ്ലാനിങ്ങിന് ആവശ്യമായ കോസ്റ്റ് എല്ലാം കോസ്റ്റ് ഓഫ് പ്രിവെൻഷനിലാണ് ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്ലാനുകളും ക്വാളിറ്റി പ്രൊസീജിയേഴ്സും ഒരു ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പൈസ എല്ലാം കോസ്റ്റ് ഓഫ് പ്രിവെൻഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ, technical and supervisory cost of preventing reoccurring defects, cost of investigation, analysis and correction of causes of defects by quality control departments. Technical and supervisory costs, technical ആയ ആളുകൾ, എഞ്ചിനീയേഴ്സ്, ഒപ്പം തന്നെ സൂപ്പർവൈസറി, മാനേജേഴ്സ്, ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ എഞ്ചിനീയേഴ്സ്, ക്വാളിറ്റി എഞ്ചിനീയേഴ്സും ഒപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ മാനേജേഴ്സും, ഇവർക്ക് ആവശ്യമായ ചെലവുകളെല്ലാം കോസ്റ്റ് ഓഫ് പ്രിവെൻഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി കൺട്രോളിൽ കോസ്റ്റ് ഓഫ് കോസിംഗ് ഡിഫക്ട്സ് കുറച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രിവെൻഷനും സ്വാഭാവികമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അനാലിസിസ് ആൻഡ് കറക്ഷൻ ഓഫ് കോസസ് ഓഫ് ഡിഫക്ട്സ് ബൈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിനെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കും. ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കോസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ മാത്രമേ ക്വാളിറ്റി ഫർദർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുള്ള ചെലവും കോസ്റ്റ് ഓഫ് പ്രിവെൻഷൻ എന്ന ഏരിയയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെല്ലാം കോസ്റ്റ് ഓഫ് പ്രിവെൻഷൻ ജനറലി ഒരു പ്ലാനിങ് സ്റ്റേജിൽ വരുന്ന കോസ്റ്റുകളാണ്. ക്വാളിറ്റി ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കുറച്ച് പ്ലാനിങ് ഉണ്ട്, അതിന് കുറച്ച് ആളുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും, ഒപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായ കുറച്ച് പൈസയുണ്ട്. അവയെല്ലാം കോസ്റ്റ് ഓഫ് പ്രിവെൻഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കോസ്റ്റിലെ സെക്കൻഡ് കാറ്റഗറി ഈസ് കോസ്റ്റ് ഓഫ് അപ്രൈസൽ. The cost associated with measuring, inspection and testing, quality audits, etc. are called cost of appraisal. Cost of appraisal എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എസ്റ്റിമേഷൻ ഓഫ് ക്വാളിറ്റി കോസ്റ്റ്. ക്വാളിറ്റി കോസ്റ്റ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാനായി ചെലവാക്കുന്ന എസ്റ്റിമേഷന് എന്ന പ്രൊസീജിയർ ഉണ്ടാവും. ആ എസ്റ്റിമേഷന് ആവശ്യമായ പൈസയാണ് അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് അപ്രൈസൽ എന്ന ഡിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ക്വാളിറ്റി ഓഡിറ്റിന് ആവശ്യമായ പൈസ കൂടാതെ ഇൻകമിംഗ് ആയ മെറ്റീരിയൽസിന്റെ ടെസ്റ്റിങ്ങിനും കുറച്ച് എമൗണ്ട് ചെലവുണ്ടാവും. അതും കോസ്റ്റ് ഓഫ് അപ്രൈസൽ എന്ന ക്വാളിറ്റി കോസ്റ്റ് ഡിവിഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസീവിംഗ് ഓർ ഇൻകമിംഗ് ടെസ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് ആവശ്യമായ റോ മെറ്റീരിയൽസിന്റെ ഇൻകമിങ്ങിൽ തന്നെ അത് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ പൈസ, ഒപ്പം തന്നെ ലബോറട്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, അത് ലബോറട്ടറിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ലബോറട്ടറി സെറ്റപ്പ് ചെയ്യാനുള്ള പൈസ. തേർഡ് വൺ, ചെക്കിംഗ് ലേബർ. ഇൻകമിംഗ് ആയ മെറ്റീരിയൽസ് ചെക്ക് ചെയ്യാനായിട്ട് ഇൻകമിംഗ് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ഇൻസ്പെക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കിംഗ് വർക്കേഴ്സ് വേണം. അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടും നമ്മൾ കോസ്റ്റ് ഓഫ് അപ്രൈസൽ എന്നുള്ള ക്വാളിറ്റി കോസ്റ്റ് ഡിവിഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോർത്ത് വൺ, സെറ്റപ്പ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റ്. ഈ ഇൻസ്പെക്ഷൻ നടത്താനായി അല്ലെങ്കിൽ ടെസ്റ്റിങ്ങുകൾ നടത്താനായിട്ട് ലബോറട്ടറി സെറ്റ് ചെയ്യാൻ ആ ബിൽഡിങ്ങിൽ ഒരു റൂം കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ലബോറട്ടറി തന്നെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായ പൈസയും കോസ്റ്റ് ഓഫ് അപ്രൈസലിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് കൂടാതെ ആ റോ മെറ്റീരിയൽസ് ഫൈനലി ഗുഡ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സിനെ ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. അതിനും ഇൻസ്പെക്ഷൻ ആവശ്യമാണ്. ആ ഇൻസ്പെക്ഷൻ എമൗണ്ടുകളെല്ലാം കോസ്റ്റ് ഓഫ് അപ്രൈസൽ എന്നുള്ള ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി ഓഡിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടന്റിന്റെയോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കലായ CA പോലെ കോഴ്സുകൾ പഠിച്ച ഏതെങ്കിലും ആളെ വെച്ചിട്ട് ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഒരു ഇൻഡസ്ട്രിയിൽ. ആ ഇവാലുവേഷൻ പ്രൊസീജിയറിനെയാണ് ക്വാളിറ്റി ഓഡിറ്റ് എന്നുകൊണ്ട് പറയുന്നത്.
ഈ ഓഡിറ്റ് നടത്താനും ഒരു എമൗണ്ട് ചെലവുണ്ടാവും. അതും കോസ്റ്റ് ഓഫ് അപ്രൈസലിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 7th വൺ, റിവ്യൂ ഓഫ് ടെസ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡാറ്റ. ഈ നടത്തിയ ടെസ്റ്റുകളെല്ലാം റിവ്യൂ ചെയ്യും, അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്യും. അതിനുള്ള ചെലവും കോസ്റ്റ് ഓഫ് അപ്രൈസലിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 8th വൺ, ഇവാലുവേഷൻ ഓഫ് ഫീൽഡ് സ്റ്റോക്ക് ആൻഡ് സ്പെയർ പാർട്സ്. സ്റ്റോക്ക് ആയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻവെന്ററി ആയ മെറ്റീരിയൽസ് എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യും. ഒപ്പം തന്നെ സ്പെയർ പാർട്ടുകൾക്ക് എത്ര ചെലവായി എന്നുള്ള ഒരു കണക്ക് ഉണ്ടാക്കും. ഇവയെല്ലാം കോസ്റ്റ് ഓഫ് അപ്രൈസൽ എന്നുള്ള ക്വാളിറ്റി കോസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ കോസ്റ്റ് ഓഫ് അപ്രൈസലിനെ ജനറലി കോസ്റ്റ് ഓഫ് എസ്റ്റിമേഷൻ എന്നും പറയാറുണ്ട്. കാരണം ഇവിടെ ക്വാളിറ്റിയുടെ എസ്റ്റിമേഷൻ നടക്കുന്ന സ്റ്റേജും ഇൻസ്പെക്ഷൻ നടക്കുന്നതും ഈ കോസ്റ്റ് ഓഫ് അപ്രൈസൽ എന്നുള്ള ഡിവിഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി കൺട്രോളിലെ തേർഡ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വാളിറ്റി കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സ്. അതെന്താണെന്ന് നോക്കാം. Losses due to defective products, components and materials that fail to meet quality requirements and other manufacturing losses are called cost of internal failures. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം റിക്വയർഡ് ആയ ക്വാളിറ്റി അച്ചീവ് ചെയ്യണമെന്നില്ല. ഈ റിക്വയർഡ് ആയ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്ട്സിനെ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്നാണ് പറയുക. അപ്പൊ അത് കാരണം ഒരു പ്രൊഡ്യൂസറിന് പൈസ കയ്യിൽ നിന്ന് നഷ്ടം വരും. അതിനെല്ലാം കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സ് എന്നാണ് പറയുക. ഇവിടെ ഈ കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സ് ക്വാളിറ്റി ഇല്ലാത്തത് കാരണമാണ് സംഭവിച്ചത്. ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ പ്രോപ്പറായി നടക്കാത്തത് കാരണമാണ് ആ പ്രൊഡ്യൂസറിന് നഷ്ടം സംഭവിച്ചത്. അതുകൊണ്ട് ഈ കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സ് ക്വാളിറ്റി കോസ്റ്റിൽ തേർഡ് കാറ്റഗറി ആയിട്ട് പറയും. അത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് സ്ക്രാപ്പ് ആൻഡ് നോൺ യൂസബിൾ പാർട്സ്. ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വേസ്റ്റേജസ് എല്ലാം ഒപ്പം തന്നെ നോൺ യൂസബിൾ ആയിട്ടുള്ള പാർട്സ്, യൂസ് ചെയ്യാൻ പറ്റാത്ത പാർട്സ്. ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും യൂസ്ഫുൾ ആവണമെന്നില്ല. ചിലപ്പോൾ ചില പ്രോഡക്ട്സ് നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ പോലും നോൺ യൂസബിൾ ആവും. അങ്ങനെയുള്ള പ്രോഡക്ട്സും ഇന്റേണൽ ഫെയിലിയേഴ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഡിഫക്റ്റീവ് പാർട്സ് ആൻഡ് കോസ്റ്റ് ഓഫ് വർക്ക് ആൻഡ് റിപ്പയർ. ഡിഫക്റ്റീവ് പാർട്സ് ഉണ്ടാക്കാനും ഒരു പൈസ ചിലവുണ്ടാവും. ഡിഫക്റ്റ് ഉണ്ടോ നോൺ ഡിഫക്റ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റി കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ സ്റ്റേജിലാണ്. പക്ഷെ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ ഡിഫക്ട്സ് ഉണ്ടാക്കി പോവും, നോൺ ഡിഫക്ട്സ് ഉണ്ടാക്കി പോവും. ഡിഫക്റ്റീവ് ആയ പാർട്സ് ഉണ്ടാക്കാനുള്ള ചെലവിനെയും കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ കോസ്റ്റ് ഓഫ് റീവർക്ക് ആൻഡ് റിപ്പയർ. ചില പ്രൊഡക്ട്സ് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന വർക്കേഴ്സ് ആ സമയത്ത് തന്നെ ശ്രമിക്കും. അതിനും പൈസ ചിലവുണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ചിലവുണ്ട്. അതെല്ലാം കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് കാറ്റഗറി, കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് റിപ്പയർ ഓഫ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് റിട്ടേൺ ബൈ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എത്തിയ പ്രൊഡക്ട്സിലും ചിലപ്പോൾ ഡിഫക്ട്സുകൾ ഉണ്ടാവും. അത് തിരിച്ച് കമ്പനിക്ക് റിട്ടേൺ വരും. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ കാണാറുണ്ട്. അത് ചില സമയങ്ങളിൽ തിരിച്ച് ആ മാനുഫാക്ചറിന്റെ കയ്യിലേക്ക് തന്നെയാണ് ആ പ്രൊഡക്ട്സ് ചെന്നെത്താറുള്ളത്. അത് റിപ്പയർ ചെയ്ത് തിരിച്ച് കറക്റ്റ് ചെയ്ത് ഒന്നും കൂടി ആ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ പൈസ ചിലവുണ്ട്. അതും ഈ കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് റിപ്ലേസിംഗ് ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ്. എല്ലാ ഡിഫക്റ്റീവ് മെറ്റീരിയൽസും കറക്റ്റ് ചെയ്യണമെന്നില്ല, ചിലത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. റീപ്ലേസ് ചെയ്യാനുള്ള എമൗണ്ടും കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഫെയിലിയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർത്ത് കാറ്റഗറി ഓഫ് ക്വാളിറ്റി കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫെയിലിയേഴ്സ്. അതെന്തൊക്കെയാണ് നോക്കാം. It consists of costs which are generated because of defective products being delivered to the customers. കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് പ്രോഡക്ട്സ് എത്തി. ഈ ഇന്റേണൽ ഫെയിലിയർ എന്ന് പറയുന്ന സ്റ്റേജ് ജനറലി ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെയുള്ള ചെലവുകളാണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് പ്രോഡക്ട്സ് എത്തിയിട്ടില്ല, പ്രൊഡക്ട്സിനെ നേരാക്കാൻ വേണ്ടി ഇൻഡസ്ട്രീന്റെ അകത്ത് തന്നെ ചെലവാക്കുന്ന പൈസ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തി റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ റിട്ടേൺ ചെയ്താലും അത് ഈ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്റേണൽ ഫെയിലിയേഴ്സ് എന്ന് മുമ്പ് പറഞ്ഞ കാറ്റഗറി എല്ലാം ഇന്റേണൽ ഫെയിലിയേഴ്സ് എന്ന് പറയാൻ കാരണം അവയെല്ലാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ അകത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എക്സ്റ്റേണൽ ഫെയിലിയേഴ്സിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിയതിന് ശേഷമുള്ള ചെലവുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് പ്രോസസിംഗ് കംപ്ലൈന്റ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ്സ് കേൾക്കേണ്ടി വരും. അതിനുവേണ്ടി കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങേണ്ടി വരും. ആ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവുകളെല്ലാം കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫെയിലിയേഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
Then cost of inspection and repair of defective items returned by customers. ഈ കോസ്റ്റ് ഓഫ് റിപ്പയർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് റിട്ടേൺ ബൈ കൺസ്യൂമേഴ്സ് എന്നുള്ളത് രണ്ട് കാറ്റഗറിയിലും കാണാറുണ്ട്. ഇന്റേണൽ ഫെയിലിയേഴ്സ് ആയിട്ടും പറയാറുണ്ട്, എക്സ്റ്റേണൽ ഫെയിലിയർ ആയിട്ടും പറയാറുണ്ട്. ഈ റിപ്പയർ നടക്കുന്നത് ഇൻഡസ്ട്രിക്ക് അകത്താണെങ്കിൽ അത് ഇന്റേണൽ ഫെയിലിയർ ആയി. പക്ഷേ മാനുഫാക്ചറിന്റെ കയ്യിൽ എത്താതെ ഡീലർ തന്നെ, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഡീലർ, ആ ഡീലർ തന്നെ അത് റിപ്പയർ ചെയ്ത് തിരിച്ചയക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ഫെയിലിയർ എന്ന കോസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. തേർഡ് വൺ, കോസ്റ്റ് ഓഫ് റിപ്ലേസിംഗ് ദ ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ്. ഇത് അതുപോലെ തന്നെയാണ്. ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ചില സ്റ്റേജസിൽ ഇൻഡസ്ട്രിക്ക് തിരിച്ചു വന്ന് ഇൻഡസ്ട്രിക്ക് അകത്ത് വെച്ച് റിപ്ലേസ് ചെയ്യും. പകരം അത് കൂടാതെ ഡീലർ തന്നെ ചിലപ്പോൾ മാനുഫാക്ചറിന്റെ കയ്യിലേക്ക് എത്തില്ല, ഇടയിൽ നിൽക്കുന്ന ഡീലറിന്റെ കയ്യിലേക്കാണ് ഈ എക്സ്റ്റേണൽ ഫെയിലിയേഴ്സ് തിരിച്ചെത്തുക, ഈ എക്സ്റ്റേണൽ ഫെയിലിയേഴ്സ് ആയിട്ട് തിരിച്ചെത്തുക. അത് അവിടെ വെച്ച് തന്നെ ഡീൽ ചെയ്ത് തിരിച്ച് പുതിയ പ്രൊഡക്ട്സ് റിപ്ലേസ് ചെയ്ത് അയച്ചു കൊടുക്കും. ഇതും കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫെയിലിയേഴ്സിലാണ് പറയുക. നിങ്ങൾ ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്ട്സ് വാങ്ങുന്ന കാര്യത്തിനെ ഇതുമായി റിലേറ്റ് ചെയ്ത് നോക്കുക. ചില സ്റ്റേജുകളിൽ നിങ്ങൾ റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്ട്സ് തിരിച്ച് മാനുഫാക്ചറിന്റെ അടുത്തേക്ക് തന്നെ എത്തും. എന്നിട്ട് ആ കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം തരിക, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് റീപ്ലേസ് ചെയ്ത് തരാം. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഫ്ലിപ്കാർട്ടോ ആമസോണോ പോലെയുള്ള ഡീലേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യമായ റീപ്ലേസ്മെന്റും ഒപ്പം തന്നെ തിരിച്ച് റിട്ടേൺ ആയിട്ടുള്ള ക്യാഷും തരിക. അങ്ങനെയാണെങ്കിൽ അത് ഡീലറാണ് തരുന്നതെങ്കിൽ അത് എക്സ്റ്റേണൽ ഫെയിലിയർ ആണ്. മറിച്ച് മാനുഫാക്ചറിന്റെ കയ്യിലെത്തി മാനുഫാക്ചർ ആണ് നിങ്ങളുടെ എമൗണ്ട് തിരിച്ചു തരുന്നതെങ്കിൽ അത് ഇന്റേണൽ ഫെയിലിയേഴ്സ് ആണ്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഡിഫറെന്റ് ക്വാളിറ്റി കോസ്റ്റുകൾ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ കഴിയുക. ഇവിടെ എക്സ് ആക്സിസിൽ ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര പെർസെൻറ്റേജ് പ്രൊഡക്ട്സ് ഗുഡ് ആണ്, എത്ര പെർസെൻറ്റേജ് പ്രൊഡക്ട്സ് ബാഡ് ആണെന്നുള്ളതാണ്. ഇവിടെ റൈറ്റിലോട്ട് ഈ ഗ്രാഫ് മൂവ് ചെയ്യുന്തോറും പ്രൊഡക്ട്സ് ഗുഡ് ആയി വരികയാണ്, ഒപ്പം തന്നെ ഡിഫക്റ്റ് ആവാനുള്ള ചാൻസ് കുറഞ്ഞു വരികയാണ്. ഏറ്റവും റൈറ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ 100% ഗുഡും 0% ഡിഫക്ട്സും ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ലെഫ്റ്റ് എൻഡിലോട്ട് പോകുമ്പോൾ 0% ഗുഡും 100% ഡിഫക്ട്സും ആണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും പ്രൊഡക്ട്സ് ഗുഡ് ആകും തോറും ക്വാളിറ്റി കോസ്റ്റിലെ കോസ്റ്റ് ഓഫ് അപ്രൈസൽ ആൻഡ് പ്രിവെൻഷൻ എന്ന വാല്യൂ ഹൈ ആവും. അതിന്റെ റീസൺ എന്താണ്? ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ പ്രിവെൻഷനോ അപ്രൈസലിനും ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരും. അത്രയും പ്രിവെൻഷൻ സ്റ്റേജസും അപ്രൈസൽ സ്റ്റേജസും കഴിഞ്ഞാൽ മാത്രമേ ക്വാളിറ്റി പ്രൊഡക്ട്സ് കയ്യിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൂടിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കോസ്റ്റ് ഓഫ് അപ്രൈസൽ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രിവെൻഷൻ വളരെ ഹൈ ആയിരിക്കും. ഇനി കോസ്റ്റ് ഓഫ് ഫെയിലിയേഴ്സ് എന്ന് നമ്മൾ നോക്കി, എക്സ്റ്റേണൽ ഫെയിലിയറും ഇന്റേണൽ ഫെയിലിയറും അതിന് ചേർത്തിട്ട് ഫെയിലിയർ കോസ്റ്റ് എന്നാണ് പറയുക. ഈ ഗുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫെയിലിയർ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഫെയിലിയർ കോസ്റ്റുകളും വളരെ കുറവായിരിക്കും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടി ചേർത്തി, ഫെയിലിയർ കോസ്റ്റിനെയും കോസ്റ്റ് ഓഫ് അപ്രൈസലും കൂടി ചേർത്തിയുള്ള കോസ്റ്റിനെയാണ് ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുക. ഈ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കുക 100% ഗുഡ് ഉണ്ടാക്കുമ്പോഴോ 100% ബാഡ് ഉണ്ടാക്കുമ്പോഴോ അല്ല. 100% ഗുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ കോസ്റ്റ് ഓഫ് അപ്രൈസൽ ആൻഡ് പ്രിവെൻഷൻ എന്നുള്ള വാല്യൂ വളരെ ഹൈ ആയിരിക്കും. ഫെയിലിയർ കോസ്റ്റ് ഇവിടെ കുറവായിരിക്കും, പക്ഷേ അപ്രൈസലിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഫെയിലിയർ കോസ്റ്റ് ഡിഫക്ട്സ് കൂടിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫെയിലിയർ കോസ്റ്റ് വളരെയധികം ഹൈ ആയിരിക്കും, പക്ഷേ കോസ്റ്റ് ഓഫ് പ്രിവെൻഷനും കുറവായിരിക്കും. പക്ഷെ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് ഉയർന്നു തന്നെ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് ഗ്രാഫുകളും നിങ്ങൾ പ്ലോട്ട് ചെയ്യുക, ഫെയിലിയർ കോസ്റ്റും കോസ്റ്റ് ഓഫ് അപ്രൈസലും പ്ലോട്ട് ചെയ്യുക. അത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലായിരിക്കും ഓൾമോസ്റ്റ് ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് കുറവ്. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുക ഈ രണ്ട് കോസ്റ്റ് കർവുകൾ, ഫെയിലിയർ കോസ്റ്റും കോസ്റ്റ് ഓഫ് അപ്രൈസൽ ആൻഡ് പ്രിവെൻഷനും, ഇവ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ടോട്ടൽ കോസ്റ്റ് വാല്യൂ ഏറ്റവും കുറവ്. ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് മിനിമം ഓർ ഒപ്റ്റിമം ക്വാളിറ്റി കോസ്റ്റ്. മിനിമം ഓർ ഒപ്റ്റിമം ക്വാളിറ്റി കോസ്റ്റ് ഉള്ള പോയിന്റിനെയാണ് ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലാഭത്തിൽ ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയിലിയർ കോസ്റ്റും കോസ്റ്റ് ഓഫ് അപ്രൈസൽ ആൻഡ് പ്രിവെൻഷനും മീറ്റ് ചെയ്യുന്ന
ക്വാളിറ്റി കൺഫോർമൻസ് റീജിയൻ. ഈ മീറ്റ് ചെയ്യുന്ന റീജിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ താഴേക്ക് നിങ്ങളത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 75നും ഒരു 80നും വേണ്ടി ഒരു 80 അല്ലെങ്കിൽ 79 ആണെന്ന് വിചാരിക്കുക. 79 ഗുഡ്, ബാക്കി എത്രയുണ്ട്? 21 ഡിഫെക്ട്സ്. ഈ റീജിയനാണ് ഇവിടുത്തെ മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ക്വാളിറ്റി കോസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് ആക്സിസിൽ നമ്മൾ ക്വാളിറ്റി കൺഫോർമൻസ് പ്ലോട്ട് ചെയ്യും, വൈയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്ലോട്ട് ചെയ്യും, ഒപ്പം അതിനാവശ്യമായ കോസ്റ്റ് ഓഫ് അപ്രൈസലും പ്രിവെൻഷനും 2 ഗ്രാഫുകളായി പ്ലോട്ട് ചെയ്യും. അവ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കും. മുകളിൽ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് വരെയും ഈ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് മിനിമം ആയിട്ടുള്ളത്. ടോട്ടൽ ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കോസ്റ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ്. അത് മിനിമം ആയിട്ടുള്ളത് ഈ 2 ഗ്രാഫുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. ആ റീജിയനെയാണ് നമ്മൾ, ആ പോയിന്റിനെയാണ് നമ്മൾ മിനിമം അല്ലെങ്കിൽ ഒപ്റ്റിമം ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്തുള്ള കൺഫോമൻസിനെ ഒപ്റ്റിമം ക്വാളിറ്റി കൺഫോമൻസ് എന്നും പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി കോസ്റ്റ് എന്താണെന്നും അതിന്റെ റിലേഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻസ്പെക്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.